20 വർഷത്തെ ജയിൽവാസത്തിനൊടുവിൽ സ്വന്തം നാട്ടിലെത്തി സ്വന്തം മഹല്ല് പള്ളിയിൽ ബാപ്പാൻ്റെ ഖബർസ്ഥാനിലൊക്കെ പോയി തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏതായാലും നാട്ടുകാരൊക്കെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഇപ്പം സ്വസ്ഥമായി, ഇനി സ്വസ്ഥമായിട്ടൊരു ജീവിതം നയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സന്തോഷം കേട്ടോ, ആ മുഖം കാണുമ്പോൾ നമുക്കും വളരെയധികം സന്തോഷം തോന്നുന്നു. നാട്ടുകാരൊക്കെ കണ്ടിട്ടേ സന്തോഷം പങ്കിടുകയാണ്. ഈ 20 കൊല്ലത്തിന് ശേഷം കൂട്ടുകാരൊക്കെ കാണില്ലേ, ചെറുപ്പത്തിൽ കുടുങ്ങിയതല്ലേ. ആളുകൾ കാണാനിങ്ങനെ വരുന്നുണ്ട്. കാണുന്ന ആളുകളും ഒക്കെ ഇങ്ങനെ സെൽഫി എടുക്കുകയാണ് ഇവിടുന്ന്. വരുന്നവരൊക്കെ ഇങ്ങനെ സെൽഫി എടുക്കട്ടോ. ചോദ്യങ്ങളൊക്കെ മാധ്യമങ്ങൾ ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിനി ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. നാട്ടിലുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണാം, ജനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്ന സന്തോഷം. ഇരുപത് കൊല്ലത്തിന് ശേഷം അവരിലെ കൂട്ടുകാരൊക്കെ കാണുമ്പോൾ പല മുഖങ്ങളും ഒരുപാട് മാറിയിട്ടുണ്ടാകും. പറഞ്ഞാൽ തന്നെ മനസ്സിലാകുന്ന വിധത്തിൽ മുഖങ്ങളൊക്കെ മാറിയിട്ടുണ്ടാകും. 20 വർഷമായില്ലേ. നാട്ടിലൂടെ എങ്ങനെ നടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി വീട്ടിലേക്ക് കയറിയ ഇതുവരെ മാധ്യമങ്ങളങ്ങോട്ടായിട്ട് ഒന്ന് സ്വസ്ഥമായിട്ട് നടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഒരാഴ്ച കഴിയും എന്തായാലും സ്വസ്ഥമായിട്ടുള്ള ജീവിതത്തിലേക്ക് പോകാനല്ലേ. എന്തായാലും ഒരുപാട് ആളുകളുടെ സഹായത്താൽ 34 കോടി രൂപ സമാഹരിച്ച് 20 വർഷം കേട്ടോ നമ്മുടെ സൗദി ജയിലിലുള്ള ആ കണക്ക് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാലം കാത്തിരുന്നത്. 34 കോടി കൊടുത്തപ്പോൾ തന്നെ വധശിക്ഷയിൽ നിന്ന് ഒഴിവായിട്ടുണ്ടായിരുന്നു. സൗദിയിൽ ജയിൽ നിയമം സുതാര്യമാണ്. വലിയവൻ എന്നോ ചെറിയവനെന്നോ എന്നുള്ള കണക്കൊന്നുമില്ല അവിടെ. അതുകൊണ്ട് 20 വർഷം പൂർത്തിയാകാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്രയും കാലം, 1 വർഷത്തോളം വീണ്ടും കാത്തിരുന്നത്. അതേതായാലും പൂർത്തിയായി. നല്ലൊരു ദിവസം ബലിപെരുന്നാൾ ദിനത്തിൽ രാവിലെ ഇവിടെ എത്തി. റഹീംഖാൻ്റെ മുഖത്ത് കാണുന്ന സന്തോഷം കാണുമ്പോൾ നമുക്കും വളരെയധികം സന്തോഷം കേട്ടോ. ഒരുപാട് ആളുകളൊക്കെ അവിടെ അങ്ങനെ കൂടിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഏതായാലും കുറേ ആളുകളൊക്കെ പോയിട്ട് മനാഫ് ഖാണ്ടല്ലോ അവിടെ. മനാഫ് ഖാൻ അവിടെ ഉണ്ട്. പിന്നെ ബുള്ളറ്റ് മാനും യൂട്യൂബർ. മനാഫ് ഖാൻ, നിങ്ങൾ റഹീംഖാനെ കാണാൻ വന്നായിരിക്കില്ലേ? ഇതായിരുന്നു നമ്മുടെ പഴയ വീട് കേട്ടോ. അവരുടെ തറവാട് ഇതാണ്.
ആരെയും ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ. എല്ലാവരുടെ അകമായ സഹായം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാണുന്ന എന്താ ആ മുഖത്തുള്ള ചിരി കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. സ്വസ്ഥമായിട്ട് കുറച്ച് ഇരിക്കട്ടെ അല്ലേ? മാഷാ അല്ലാ മാഷാ അല്ലാ.